നമസ്കാരം. ഗാസയിലെ ആശുപത്രിയിൽ ഇസ്രായേൽ സൈനിക താവളം സ്ഥാപിച്ചിരിക്കുകയാണ്. ഇസ്രായേൽ സെൻട്രൽ ഗാസയിലെ നുസ്രത്ത് അഭയാർത്ഥി ക്യാമ്പിന് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ 5 കുട്ടികളടക്കം 11 പലസ്തീനികളുമാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഗാസയിൽ നിന്നും ഒടുവിൽ വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഗാസയിലെ ആശുപത്രികൾ, UN ക്യാമ്പുകൾ എല്ലാം തന്നെ ഇസ്രായേൽ കൈപ്പിടിയിൽ ഒതുക്കി കഴിഞ്ഞു. ഇസ്രായേൽ ഗാസയിലെ ക്യാൻസർ ആശുപത്രിയെ സൈനിക താവളമായി ഉപയോഗിക്കുന്നത് ഇപ്പോൾ പലസ്തീൻ മാധ്യമങ്ങൾ സ്ഥിരീകരിച്ചു കഴിഞ്ഞു. ആശുപത്രികളിൽ ഇസ്രായേൽ സൈന്യം ക്യാമ്പ് ചെയ്യുന്നത് രക്ഷപ്പെട്ടു വരുന്ന ഹമാസ് ഭീകരർ ഇവിടെ താവളമാക്കാതിരിക്കാനും ഒളിച്ചിരിക്കുന്നത് തടയാനുമാണ്. ഗാസയിലെ UN അഭയാർത്ഥി ക്യാമ്പിലും ഇത് തന്നെയാണ് അവസ്ഥ. ഒരു ഹമാസ് ഭീകരൻ പോലും ഇല്ലാത്ത ഗാസയാണ് ജൂതപ്പട ഇപ്പോൾ ഉന്നം വയ്ക്കുന്നത്. ആശുപത്രികൾ പോലും ഇസ്രായേൽ സൈനിക താവളമാക്കുമ്പോൾ ഹമാസും ഇസ്ലാമിക ഭീകര സംഘടനകളും എത്രമാത്രം തകർന്നു എന്നതിന്റെ തെളിവ് കൂടിയാവുകയാണ്. ആശുപത്രികൾ ഇസ്രായേൽ മിലിറ്ററി ക്യാമ്പ് ആക്കിയതിൽ ഇപ്പോൾ ചില ഇസ്ലാമിക ഗ്രൂപ്പുകൾ പ്രതിഷേധിക്കുകയും ചെയ്യുന്നുണ്ട്. ഗാസയിലെ ഏക പ്രത്യേക ക്യാൻസർ ആശുപത്രിക്ക് കേടുപാടുകൾ വരുത്തിയതിന് ഇസ്രായേൽ സൈന്യത്തെ തുർക്കി അപലപിക്കുകയും ഉത്തരവാദികളെ അന്താരാഷ്ട്ര കോടതികളിൽ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നും പറയുകയും ചെയ്യുന്നുണ്ട്. പ്രദേശത്തെ ഒരേയൊരു പ്രത്യേക ക്യാൻസർ ചികിത്സാ കേന്ദ്രമായ ഗാസയിലെ തുർക്കി പലസ്തീൻ ഫ്രണ്ട്ഷിപ്പ് ഹോസ്പിറ്റലാണ് ആക്രമിച്ചതിന് ഉത്തരവാദികളായവരെയാണ് ഇസ്രായേൽ സേനയ്ക്ക് അന്താരാഷ്ട്ര കോടതികളിൽ പോകേണ്ടി വരിക എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ട കാര്യം. ഇസ്രായേൽ ആണെങ്കിൽ ഇസ്രായേൽ സൈന്യം ഗാസയിലെ തകർന്ന ആശുപത്രിക്ക് മുന്നിൽ ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുന്നതും ഇസ്രായേൽ അന്താരാഷ്ട്ര നിയമങ്ങളുടെയും അന്താരാഷ്ട്ര മാനുഷിക നിയമങ്ങളുടെയും ലംഘനത്തിന്റെ കൂടുതൽ തെളിവാണെന്നതും തുർക്കി വ്യക്തമാക്കുന്നുണ്ട്. 2023 ഒക്ടോബർ 7 മുതൽ ഗാസയ്ക്കെതിരായ ഇസ്രായേൽ യുദ്ധത്തിൽ ഗാസയിൽ മാത്രമായി 38,664 പേർ കൊല്ലപ്പെടുകയും 89,097 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഏതാണ്ട് 20,000-ഓളം പലസ്തീനികളെയാണ് കാണാതായിരിക്കുന്നത്. എത്ര പേർ ഇസ്രായേൽ കസ്റ്റഡിയിലുണ്ടെന്ന് അറിയാനും സാധിക്കില്ല. ലെബനോനിൽ കൊല്ലപ്പെട്ട കണക്കുകൾ ഇതിന് പുറമെയാണ്. ഇതിനിടെ ബന്ദികളെ വിട്ടയക്കുന്നതിനുള്ള ചർച്ച ഹമാസുമായി ഇസ്രായേൽ നടത്തി വരികയും ചെയ്യുന്നുണ്ട്. ഇതിനായി ഖത്തറിലേക്ക് ഈ ആഴ്ച ഇസ്രായേൽ സംഘം പുറപ്പെടും. ദോഹയിലായിരിക്കും ചർച്ചകൾ എന്നാണ് അറിയുന്നത്. ഭീകര തലവന്മാരെ ഇസ്രായേൽ ഗസയിൽ വധിച്ചിട്ടും ഹമാസ് ചർച്ചകളിൽ നിന്ന് പിന്മാറിയിട്ടില്ലെന്ന വസ്തുത ഒരു വശത്ത് നിൽക്കുന്നുണ്ട്. മറ്റൊരു വശത്ത് ചർച്ച നടക്കുമ്പോൾ എന്തുകൊണ്ടാണ് രൂക്ഷമായ ആക്രമണം ഗാസയിൽ മറുവശത്ത് നടത്തുന്നത് എന്നതിന് ഇസ്രായേൽ സൈനിക വക്താവ് നൽകുന്ന മറുപടി ഇങ്ങനെയാണ്: സൈനിക സമ്മർദ്ദവും ഉറച്ച നിലപാടും ഇസ്രായേലിനെ അതിന്റെ ലക്ഷ്യത്തിലേക്ക് അടുപ്പിക്കുകയാണ്. ഹമാസിനെ തകർത്ത് അവരെ മാനസികമായും തകർത്ത് കീഴടങ്ങാൻ രൂക്ഷമായ ആക്രമണങ്ങൾ സഹായിക്കുമെന്നും ഇസ്രായേൽ വ്യക്തമാക്കുന്നുണ്ട്. ഇപ്പോൾ സൈനിക സമ്മർദ്ദം വർദ്ധിപ്പിക്കാനുള്ള സമയമാണെന്നും ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കുന്നു. ഹമാസിന് വലിയ പ്രഹരമാണ് കഴിഞ്ഞ 10 ദിവസത്തിനുള്ളിൽ ഗാസയിൽ നൽകിയതെന്നും വ്യക്തമാക്കി പലസ്തീൻ സുരക്ഷാ തടവുകാർക്ക് പകരമായി ഗാസയിൽ തടവിലാക്കിയ ബന്ദികളെ മോചിപ്പിക്കാനും ഒക്ടോബർ 7 ഹമാസ് ആരംഭിച്ച യുദ്ധത്തിൽ വെടിനിർത്തൽ നടത്താനും ഇസ്രായേലും ഹമാസും തമ്മിൽ ഒരു കരാറിലെത്താൻ US, ഈജിപ്ഷ്യൻ, ഖത്തർ മധ്യസ്ഥർ ശ്രമിക്കുന്നുണ്ട്. 1200 പേരെ കൊല്ലുകയും 251 പേരെ ഗാസയിലേക്ക് തട്ടിക്കൊണ്ടു പോവുകയും ചെയ്ത വിനാശകരമായ ഹമാസിന്റെ നടപടിയാണ് പലസ്തീനെ തകർത്ത ഈ മഹായുദ്ധത്തിന്റെ കാരണം. ഗാസയിലെ IDF ആക്രമണം വെടിനിർത്തലിനെ വെമ്പുന്ന തരത്തിലേക്ക് ഹമാസിനെ ദുർബലപ്പെടുത്തിയെന്ന ഇന്റലിജൻസ് റിപ്പോർട്ടുകൾക്കിടയിലാണ് നെതന്യാഹു ഈയിടെ നിലവിലെ നിർദ്ദേശത്തിൽ തന്റെ നിലപാട് കടുപ്പിച്ചിരിക്കുന്നത്. ഹമാസിനെ നശിപ്പിക്കാനുള്ള സൈനിക ആക്രമണത്തിന്റെ ഭാഗമായി ഗാസ പിടിച്ചെടുത്ത ഇസ്രായേൽ ഗാസ വിട്ടുപോകാൻ തയ്യാറാകുന്നതുമില്ല. വെടിനിർത്തിയാലും ഗാസ ഈജിപ്ത് അതിർത്തിയിലെ റഫ ക്രോസിംഗ് ഇസ്രായേലിന്റെ നിയന്ത്രണത്തിലായിരിക്കുമെന്നും നെതന്യാഹു വ്യക്തമാക്കുന്നുണ്ട്.
അറബ് മേഖലയിൽ നിന്നും ഹമാസിന് ആയുധങ്ങൾ എത്തുന്നത് ഈ മാർഗത്തിലൂടെയാണ്. തങ്ങളുടെ സൈന്യം അതിർത്തി മേഖല വിട്ടാൽ ഹമാസിന്റെ സായുധ വിഭാഗം ഈജിപ്തിൽ നിന്ന് ആയുധങ്ങളും വസ്തുക്കളും ഗാസയിലേക്ക് തുരങ്കങ്ങൾ വഴി കടത്തുമെന്നും ഇസ്രയേൽ ആശങ്കാകുലരുമാണ്. നന്ദി.